വിയറ്റ്നാമിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര മ്യൂസിയങ്ങളിൽ ഒന്നാണ് സൈഗോണിലെ വാർ റെമനന്റ്സ് മ്യൂസിയം. വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ചുള്ള യാഥാസ്ഥിതികത തുറന്നു കാണിക്കുന്നതിനായി 1975 ഇതാദ്യമായി പൊതുജനങ്ങൾക്കായി തുറന്നു. അതിനുശേഷം വിയറ്റ്നാമും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള പ്രക്രിയയിൽ മ്യൂസിയം നിരവധി മാറ്റങ്ങൾക്കും നവീകരണങ്ങൾക്കും വിധേയമായി എന്ന് രേഖകൾ പറയുന്നു. വാൻ റെമനന്റ്സ് മ്യൂസിയം സൈഗോണിന്റെ മുൻവശത്തായി US എയർഫോഴ്സ് ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങൾ, കവചിത ടാങ്കുകൾ തുടങ്ങിയ US സൈന്യം ഉപയോഗിക്കുന്ന വിവിധ ആയുധങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. കൂടാതെ മിസൈലുകൾ, ബോംബുകൾ, മൈനുകൾ തുടങ്ങിയ നിരവധി തരം നിരായുധമാക്കിയ ആയുധങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഡിസ്ട്രിക്ട് 1നും തുഡക് സിറ്റിക്കും ഇടയിൽ സൈഗോൺ നദിക്ക് കുറുകെയുള്ള ഒരു കേബിൾ സ്റ്റേഡ് പാലമാണ് തു തീം 2 പാലം. ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിൽ 6 വരി പാതയായാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഈ പാലത്തിലേക്ക് താഴെ നിന്നും നടന്നു കയറുവാനായി നിരവധി സ്റ്റെപ്പുകളും പണിതിരിക്കുന്നു. സൈഗോൺ നദിയിലൂടെയുള്ള ഒരു യാത്ര ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പ്രയോജനപ്പെടുത്താനാവുന്ന നഗരത്തിലെ ആദ്യത്തെ മൾട്ടി സ്റ്റോപ്പ് പൊതുഗതാഗതമാണ് സൈഗോൺ വാട്ടർ ബസ്. നിലവിൽ വിരലിലെണ്ണാവുന്ന സ്റ്റോപ്പുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂവെങ്കിലും ടിക്കറ്റ് ചാർജ് കുറഞ്ഞതും രസകരവും സൗകര്യപ്രദവുമായ ഒരു യാത്രയാണ് നമ്മൾ സഞ്ചാരികൾക്ക് ഈ വാട്ടർ ബസ്സിലൂടെ ലഭിക്കുന്നത്. ബാച്ച് ഡാങ് സ്റ്റേഷനിൽ നിന്നും ലിങ് ഡോങ് സ്റ്റേഷൻ വരെയുള്ള യാത്രയിൽ നഗരത്തിന്റെ സുപ്രധാന കെട്ടിട സമുച്ചയങ്ങളും കേബിൾ സ്റ്റേഡ് പാലവും വിൻഹോംസ് സെൻട്രൽ പാർക്കും എല്ലാം തന്നെ സഞ്ചാരികൾക്ക് കാണാൻ സാധിക്കും. ഹോച്ചിമിൻ സിറ്റിയുടെ എല്ലാ പ്രധാന ആകർഷണങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു ബസ് സർവീസാണ് സൈഗോൺ സിറ്റി ബസ് സർവീസ്. ഏകദേശം 1 മണിക്കൂർ കൊണ്ടാണ് ഈ ഡബിൾ ഡക്കർ ബസ് നിരവധി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ കവർ ചെയ്യുന്നത്. നോട്രേഡാം കത്തീഡ്രൽ, ഹിസ്റ്ററി മ്യൂസിയം, സൈഗോൺ മൃഗശാല, ബെൻ താൻ മാർക്കറ്റ്, ഇൻഡിപെൻഡൻസ് പാലസ് തുടങ്ങിയ ശ്രദ്ധേയമായ ലാൻഡ്മാർക്കുകളിലൂടെ കടന്നുപോകുന്ന ബസ്സിൽ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും കേൾക്കുവാൻ സാധിക്കും. ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നിലകൊള്ളുന്നത്. അതായത് വേണമെങ്കിൽ കാൽനടയായും നമുക്ക് ഹോച്ചിമിൻ സിറ്റി മുഴുവനായി കാണാൻ സാധിക്കും. അമേരിക്കയെ നിലംപരിശാക്കിയ വിയറ്റ്നാം യുദ്ധത്തിന്റെ ശേഷിപ്പുകൾ തേടിയാണ് ഈ യാത്ര. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെയായാണ് കുച്ചി ടണൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഴയകാല യുദ്ധസ്മരണകൾ നിലകൊള്ളുന്ന ചരിത്ര ശേഷിപ്പുകളുള്ളത്. അമേരിക്കൻ സൈനികർ അന്ന് വിയറ്റ്നാമീസ് പോരാളികളെ ടണൽ റാറ്റ്സ് എന്നാണ് വിളിച്ചിരുന്നതത്രേ. കാരണം എന്താണെന്നല്ലേ? ഭൂമിക്കടിയിൽ ടണലുകൾ നിർമ്മിച്ച് തങ്ങളുടെ എല്ലാ സൈനിക നീക്കങ്ങളും ഗ്രാമങ്ങളുമായുള്ള സഞ്ചാരപാതകളും ആയുധപ്പുരകളും സുരക്ഷിതമാക്കി അമേരിക്കൻ സൈന്യത്തിന് അടിയറവ് പറയാതെ അവരെ ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരുന്ന് ആക്രമിച്ചതുകൊണ്ടാണിത്. ലോക പോലീസ് എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്ക പോലുള്ള ഒരു വമ്പൻ രാജ്യത്തിനെ ചെറുത്തു തോൽപ്പിക്കാൻ വിയറ്റ്നാം എന്ന കൊച്ചു രാജ്യവും
അവിടുത്തെ ജനതയും സ്വീകരിച്ച യുദ്ധരീതികളും ഗറില്ല യുദ്ധമുറകളുടെ സാമ്യതയില്ലാത്ത തന്ത്രങ്ങളും നമുക്ക് ഇവിടെ നേരിൽ കണ്ടറിയുവാൻ സാധിക്കും. ടണലുകളിൽ ഭൂരിഭാഗവും പ്രവേശനയോഗ്യമല്ലെങ്കിലും ചിലത് സഞ്ചാരികൾക്കായി വിപുലീകരിച്ചിരിക്കുന്നു. ഈ ടണൽ വഴികളിലൂടെ ഇഴഞ്ഞും കിടന്നുമൊക്കെ പ്രതിരോധിച്ചാണ് അന്നത്തെ ജനത യുദ്ധത്തെ ചെറുത്തു തോൽപ്പിച്ചത് എന്നറിയുമ്പോൾ ആശ്ചര്യം തോന്നി. അത്യാധുനിക ആയുധ ശേഖരണങ്ങളാൽ യുദ്ധത്തിനെത്തിയ അമേരിക്കയെ പ്രാകൃത ശൈലികളാൽ തീർത്ത കെണികളിൽ വീഴ്ത്തിയും വിഷം പുരട്ടിയ അമ്പും വില്ലും മറ്റായുധങ്ങളാലും പോരാടി ജയിച്ച വിയറ്റ്നാമീസിന്റെ ധീരചരിതങ്ങൾ വളരെ ആവേശത്തോടെ ടൂറിസ്റ്റ് ഗൈഡുകൾ വിശദീകരിക്കുന്നത് എല്ലാ രാജ്യത്തു നിന്നുള്ളവരും ഒരുപോലെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. യുദ്ധകാലത്ത് നശിപ്പിക്കപ്പെട്ട അമേരിക്കൻ ടാങ്കറുകളും മിസൈൽ ലോഞ്ചറുകളും തോക്കുകളുമെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏക്കറുകൾ കണക്കെ കിടക്കുന്ന ഈ പഴയ യുദ്ധഭൂമിയിൽ സഞ്ചാരികൾക്കായി ഷൂട്ടിംഗ് പോയിന്റ് ഒരുക്കിയിരിക്കുന്നതും ഒരു ആശ്ചര്യമുണർത്തുന്ന കാഴ്ചയാണ്. ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് ഒട്ടും വിദൂരമല്ല ഇപ്പോൾ വിയറ്റ്നാം. ഏകദേശം 15,000 രൂപയുണ്ടെങ്കിൽ വിയറ്റ്നാമിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. ₹1000 മുതലുള്ള ഹോട്ടൽ മുറികളുണ്ടിവിടെ. കൂടാതെ നഗരം ചുറ്റാൻ ഓൺലൈൻ ടാക്സി സർവീസുകളും 2 വീലറുകളും, അഴകോടെ തലയുയർത്തി നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, സംസ്കാരവും പാരമ്പര്യവും തികഞ്ഞ കടകമ്പോളങ്ങൾ, കൊട്ടാരങ്ങൾ, ചരിത്ര നിമിഷങ്ങൾ രേഖപ്പെടുത്തുന്ന മ്യൂസിയങ്ങൾ, സിറ്റിയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡ്, റെയിൽ, ജലഗതാഗതങ്ങൾ, വിനോദത്തിനും ഉല്ലാസത്തിനുമായി വാക്കിംഗ് സ്ട്രീറ്റുകൾ എന്നുവേണ്ട ഒരു സഞ്ചാരിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കാത്തിരിക്കുന്ന വിയറ്റ്നാമിനെ ഒരിക്കലെങ്കിലും നമ്മൾ ഓരോരുത്തരും കണ്ടാസ്വദിക്കേണ്ടതുണ്ട്.